ലവ് ജിഹാദ് നിയമത്തിന്റെ പേരിൽ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിച്ചതായി പരാതി. കോടതി ഭർത്താവിന്റെ വീട്ടിൽ നിന്നും സർക്കാരിന്റെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയ മുസ്കാൻ ജഹാന്റെ ഗർഭമാണ് ഇഞ്ചക്ഷൻ കുത്തിവെച്ച് അലസിപ്പിച്ചത്. യു പിയിൽ ലവ് ജിഹാദ് നിയമത്തിന്റെ പരിധിയിൽ വന്ന ആദ്യ കേസിൽ അറസ്റ്റ് ചെയ്തവരിൽ ഒരാളാണ് മുസ്കാൻ ജഹാൻ. ഭർത്താവ് റാഷിദ് അറസ്റ്റിലായതിനെ തുടർന്ന് മുസ്കാൻ ജഹാനെ സർക്കാർ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയായിരുന്നു. ഷെൽട്ടർ ഹോമിൽ വെച്ച് മുസ്കാൻ ജഹാന് നൽകിയ ഇഞ്ചക്ഷനെ തുടർന്ന് ഗർഭം അലസിയെന്ന് റാഷിദിന്റെ മാതാവ് നൽകിയ പരാതിയിൽ പറയുന്നു. ഷെൽട്ടർ ഹോമിൽ കഴിയുകയായിരുന്ന മുസ്കാൻ ജഹാനെ ബലമായി പിടിച്ചുവെച്ച് ഇഞ്ചക്ഷൻ കുത്തി ഗർഭം അലസിപ്പിച്ചതായാണ് റാഷിദിന്റെ മാതാവ് പറയുന്നത്. കഴിഞ്ഞ ജൂലൈയിലാണ് മുസ്കാൻ ജഹാനും റാഷിദും വിവാഹിതരായത്. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ റാഷിദ് ഡിസംബർ 6-ന് ജന്മനാടായ ഉത്തർപ്രദേശിലെ കാന്തിലെത്തി. ഇതോടെ വിവരമറിഞ്ഞ ഒരു കൂട്ടം ഹിന്ദുത്വവാദികൾ കോടതിയിൽ അതിക്രമിച്ചു കയറി ഇവരെ പോലീസിന് കൈമാറുകയായിരുന്നു. എന്നാൽ താൻ പ്രായപൂർത്തിയായ ആളാണെന്നും വിവാഹം തന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും യുവതി പോലീസിനെ അറിയിച്ചെങ്കിലും അതൊന്നും പോലീസ് മുഖവിലേക്കെടുത്തില്ല. വിവാഹത്തിനായുള്ള നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിൽ സെക്ഷൻ 3, 5 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് റാഷിദിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ നിയമം പാസാക്കിയത് മുതൽ തന്നെ യു പി പോലീസ് മുസ്ലിം യുവാക്കളെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. ഹിന്ദു യുവതിയെ പ്രണയിച്ചും മതം മാറ്റാൻ ശ്രമിച്ചെന്നാരോപിച്ച ഉവൈസ് അഹമ്മദ് എന്ന യുവാവിനെയും ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. +2-വിൽ പഠിക്കുമ്പോഴായിരുന്നു ഉവൈസ് അഹമ്മദും പെൺകുട്ടിയും പ്രണയത്തിലായത്. കഴിഞ്ഞ വർഷം ഇരു വീട്ടുകാരും ഇടപെട്ട ബന്ധത്തിൽ നിന്ന് യുവാവിനെയും യുവതിയെയും പിന്തിരിപ്പിച്ചിരുന്നു. ജൂണിൽ സ്വമതത്തിൽപ്പെട്ട മറ്റൊരു യുവാവുമായി യുവതിയുടെ വിവാഹം കഴിയുകയും ചെയ്തു. പുതിയ നിയമം പാസാക്കിയ അതേ ദിവസം തന്നെ യു പി പോലീസ് പെൺകുട്ടിയുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും ഉവൈസ് അഹമ്മദിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റിനെതിരെ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ പോലീസ് വാദങ്ങൾ തള്ളിയും യുവാവിനെയും കുടുംബത്തെയും പിന്തുണച്ചും തങ്ങൾക്ക് പരാതിയില്ലെന്ന് വ്യക്തമാക്കിയും രംഗത്തെത്തിയിരുന്നു. വരന്റെയും വധുവിന്റെയും കുടുംബങ്ങളുടെ സമ്മതത്തോടെയുള്ള മിശ്രവിവാഹവും യു പി പോലീസ് തടഞ്ഞിരുന്നു. 22-കാരി റൈന ഗുപ്ത, പ്രതിശുദ്ധ വരൻ മുഹമ്മദ് ആസിഫ് എന്നിവരുടെ വിവാഹമാണ് യു പി പോലീസ് തടയപ്പെട്ടത്. ഇതര മതത്തിൽപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കാനായി ചണ്ഡീഗഡിൽ നിന്നും അലിഗഡിലെത്തിയ മറ്റൊരു മുസ്ലിം യുവാവിനെ ലവ് ജിഹാദ് വിരുദ്ധ നിയമപ്രകാരം യു പി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. യുവതിയെ തട്ടിക്കൊണ്ടുവെന്ന് ആരോപിച്ചായിരുന്നു സോനു മാലിക് എന്ന 21-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നാലെ സോനു മാലിക് വിവാഹം കഴിക്കാനിരുന്ന 21-കാരിയായ യുവതി അറസ്റ്റിനെതിരെ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം ലവ് ജിഹാദ് ആരോപിച്ച മുസ്ലിം ദമ്പതികളെ യു പി പോലീസ് സ്റ്റേഷനിൽ പൂട്ടിയിട്ട് മണിക്കൂറുകളോളം പീഡിപ്പിച്ചിരുന്നു. മുസ്ലിം യുവാവ് ഹിന്ദു യുവതിയെ മതം മാറ്റി വിവാഹം കഴിക്കുന്നുവെന്ന അജ്ഞാത ഫോൺ സന്ദേശത്തെ തുടർന്നാണ് പോലീസ് എത്തി വിവാഹ ചടങ്ങ് തടഞ്ഞത്. എന്നാൽ ഇരുവരും മുസ്ലിങ്ങളാണെന്ന് മനസ്സിലാക്കിയതോടെ പിറ്റേ ദിവസമാണ് വിട്ടയച്ചത്. ഉത്തർപ്രദേശിൽ ലവ് ജിഹാദ് നിയമപ്രകാരം നിർബന്ധിത മതപരിവർത്തനത്തിന് 1 മുതൽ 5 വർഷം വരെ ശിക്ഷയും 15,000 രൂപ വരെ പിഴയുമാണ് ഓർഡിനൻസിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. പ്രായപൂർത്തിയാകാത്തവർ, സ്ത്രീകൾ, പട്ടികജാതി പട്ടികവർഗത്തിൽ ഉൾപ്പെട്ടവർ എന്നിവരെ മതപരിവർത്തനം നടത്തിയാൽ 3 മുതൽ 10 വർഷം വരെ തടവും 25,000 രൂപ പിഴയുമാണ് നിയമത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.